ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി എന്ന നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്വം മാത്രമല്ല നിയമപരമായ ഉത്തരവാദിത്വവും ഉണ്ടെന്ന് കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥി ടി ശരത്ചന്ദ്ര പ്രസാദ് 24-നോട്. അയ്യപ്പന്റെ അടുത്തുപോയി മാപ്പ് പറയാൻ കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറുണ്ടോ എന്നും ശരത്ചന്ദ്ര പ്രസാദ് ചോദിച്ചു. കഴക്കൂട്ടത്ത് CPIM BJP ഡിയിലുണ്ടെന്നും UDF സ്ഥാനാർത്ഥി പറഞ്ഞു. 24 ഗ്രൗണ്ട് സീറോയിൽ ശരത്ചന്ദ്ര പ്രസാദിന്റെ പ്രതികരണം. കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥി ടി ശരത്ചന്ദ്ര പ്രസാദ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഇടത്താണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം ഒരു പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കാണ്. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ? ലേറ്റായിട്ടാണ് വന്നതെങ്കിൽ ലേറ്റസ്റ്റായി നമ്മൾ മുമ്പ് കയറിയിട്ടുണ്ട്. ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തേക്കാളുമൊക്കെ അധികമായിട്ട്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം നിൽക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്കായിരുന്നു 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനാണത് ആ ഭൂരിപക്ഷം ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് വരാൻ കഴിയുക? അത് തന്നെ തെളിവ് മനസ്സിലായില്ലേ? ആ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് തോന്നിയത് ഇത് നല്ലതെന്ന് തോന്നിയപ്പോൾ അപ്പോഴേ NDAയ്ക്ക് അവർ ഒരു ധാരണ കൊണ്ട് വോട്ട് ചെയ്തു. പിന്നെ വരുന്നപ്പോഴത്തേക്ക് LDFന് വോട്ട് ചെയ്തു. ഇപ്പോൾ LDFനും NDAയ്ക്കും വോട്ട് ചെയ്യണ്ട എന്നൊരു തീരുമാനം ആളുകളുടെ മനസ്സിലുണ്ട്. അതാണ് എൻ്റെ പ്ലസ്. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണക്കള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഈ മണ്ഡലത്തിൽ ഉന്നയിക്കുന്ന ഒന്നാണ്. ഇന്ന് രാവിലെ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ ഒരു പ്രസ്താവന ഈ സ്വർണ്ണക്കൊള്ളയുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം മന്ത്രിയായിരുന്ന സമയത്ത് തനിക്കുണ്ടെന്നുള്ളതാണ്. തനിക്ക് മുൻപും ശേഷവും അത്തരത്തിലുള്ള കൊള്ളകൾ ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വിശ്വാസികളുടെ മുമ്പിൽ പോയി മോഷണം നടന്നതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു പറഞ്ഞാൽ വിശ്വാസികൾ പുച്ഛത്തോടെയല്ലേ കാണുള്ളൂ. അയ്യപ്പൻ്റെ അടുത്ത് പോയി മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? എന്നാലും കട്ട സ്വർണം തിരിച്ചു വരില്ല. ഇത് യഥാർത്ഥ മേൽശാന്തി തന്നെ പറഞ്ഞു, എന്നെ പിടിച്ചകത്തിട്ടത് മന്ത്രിമാരെയും മുൻ മന്ത്രിമാരെയും രക്ഷപ്പെടുത്താൻ. അപ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ പുള്ളിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി അകത്ത് കിടക്കേണ്ടതിന് പകരം മേൽശാന്തിയെ പിടിച്ചകത്തിട്ടതാണ് പറഞ്ഞത്. എത്ര കറക്റ്റാണ്? ഇപ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡീലാണല്ലോ എല്ലായിടത്തും. അപ്പം പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നു KC വേണുഗോപാലും മറ്റ് കോൺഗ്രസ് നേതാക്കളും. കഴക്കൂട്ടത്ത് എങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഡീൽ ആരോപണങ്ങളോ മറ്റോ ഉണ്ടോ? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു ഡീലുണ്ടായിരുന്നു. പാലക്കാട്, തൃശ്ശൂർ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം പറഞ്ഞിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ ആളുകൾ ന്യൂനപക്ഷങ്ങൾ അറിഞ്ഞ് വോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ജയിച്ചു. അപ്പം അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണം. 100%. ഇത് UDFൻ്റെ ശക്തി കേന്ദ്രമാണിത്. തലേക്കുന്ന് ബഷീർ ജയിച്ചു, AK ആന്റണി ജയിച്ചു, MM ഹസൻ ജയിച്ചു, നമ്മുടെ MBR ജയിച്ചു, MA വാഹിദ് ജയിച്ചു. ഇടയ്ക്കൊരു 5-8 കൊല്ലം ഒരു സംഘടനാപരമായ ക്ഷീണം. അപ്പോൾ എല്ലാ വിജയാശംസകളും. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.